ശ്രീ നിതീഷ് നാരായണൻ, നിലവിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് പാർലമെന്റിലും കണ്ടത് ഈ വിഷയത്തിൽ ബി.ജെ.പിയും ആം ആദ്മിയും പരസ്പരം പഴിചാരുന്നത് മാത്രമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു വലിയ മാനം ഈ വിഷയത്തിനുണ്ട്. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, ഈ ദുരന്തത്തിന് പിന്നാലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടന്ന മാത്രം പരിശോധനയിൽ അനധികൃതമായി പ്രവർത്തിച്ച 13 സ്ഥാപനങ്ങൾ, 13 കോച്ചിംഗ് സെന്ററുകൾ പൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം, കോച്ചിങ്, അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ആരാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടത്? ആദ്യം തന്നെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ 3 വിദ്യാർത്ഥികളുടെ, ഈ നാടിൻ്റെ ഭാവിയായി മാറേണ്ടിയിരുന്ന 3 വിദ്യാർത്ഥികളുടെ മരണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അതിലൊരാൾ ഞാൻ പഠിച്ച ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്, അവിടുത്തെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് JNU ക്യാമ്പസിൽ. കഴിഞ്ഞ ദിവസം അവരുടെ എല്ലാം ദുഃഖവും സഹപാഠികളുടെ എല്ലാം വേദനയും അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളുമെല്ലാം നേരിട്ട് കണ്ട ഒരു വേദനാനിർഭരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നാദ്യം തന്നെ സൂചിപ്പിക്കുന്നു. ഒപ്പം ഇപ്പോൾ അതിൽ ഒരാൾ നെവിൻ, JNU വിദ്യാർത്ഥിയായിട്ടുള്ള നെവിൻ എറണാകുളം സ്വദേശിയാണ്. നമുക്കറിയാം, നെവിൻ JNUവിലെ PhD വിദ്യാർത്ഥിയാണ്. JNU പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള നെവിൻ എന്തുകൊണ്ടായിരിക്കും UPSC കോച്ചിങ് സെൻറ്ററിൽ പോയി അദ്ദേഹത്തിൻ്റെ ഗവേഷണവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് ഉള്ള തൊഴിൽ സാധ്യത നോക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ഇത് നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ വിശാലമായൊരു തലം ഉള്ളൊരു വിഷയമാണെന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ സംഭവിച്ചിട്ടുള്ള അപകടം കേവലമായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം മാത്രമല്ല, അത് ഈ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു ജംഗ്ഷറിനെ, ഒരു അവസ്ഥയെ തുറന്നു കാട്ടുന്ന ഒന്ന് ആണ്. ഇനിയും ആവർത്തിക്കപ്പെടാൻ വേണ്ടി എല്ലാ സാധ്യതയുമുള്ള ഒന്നും ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 UPSC പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം 13.5 ലക്ഷമായിരുന്നു. 13.5 ലക്ഷം ആളുകളാണ് UPSC പരീക്ഷ എഴുതിയിട്ടുള്ളത്. എത്ര പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്? ഏകദേശം 1100ഓളം പോസ്റ്റ് വേക്കൻസികൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1%, 10,000-ൽ 1 വിദ്യാർത്ഥിക്ക് മാത്രമാണ് പരീക്ഷ എഴുതുന്ന ആളുകളിൽ ഈ തൊഴിലിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാൽ ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയും ചെയ്യാണ്. 2011 4.9 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു UPSC പരീക്ഷ എഴുതി. അതാണ് കഴിഞ്ഞൊരു 10-12 വർഷത്തിനിടയിൽ 13.5 ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. 25 വർഷം മുമ്പ് ഏകദേശം 1.5 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു പരീക്ഷ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ സമയത്തൊന്നും അടുത്ത കാലത്ത് UPSCയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് UPSC പോസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് UPSCയിൽ നടന്നിട്ടുള്ളത് 2015-ലാണ്. 1236 ആളുകളാണ് അന്ന് പോസ്റ്റിലേക്ക് ഈ പറയുന്ന പോലെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്, വിവിധ പോസ്റ്റുകളിലേക്ക് ആയിട്ടുള്ളത്. ഇതെന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് എവിടെ എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ തൊഴിലും വിദ്യാഭ്യാസവും എന്നുള്ളതാണ്. അതായത് കോച്ചിങ് സെൻറ്ററുകളിലേക്ക് പോകാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ UPSC സർവീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം കോടിക്ക് മുകളിലാണ് കോച്ചിങ് സെൻറ്ററുകളുടെ ഇൻഡസ്ട്രി ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ്. 1 ലക്ഷം കോടി രൂപയുടെ മുകളിൽ. 2022-ൽ 2 വർഷം മുമ്പ് അത് 58,000 കോടിയായിരുന്നു. 2015-ൽ അത് 25,000 കോടി രൂപയുടെ ഇൻഡസ്ട്രി ആയിരുന്നു. ഈ കോച്ചിങ് ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏകദേശം ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ അത്ര തന്നെ വലിയ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് ഇന്ത്യയിലെ കോച്ചിങ് ഇൻഡസ്ട്രികൾ മാറുകയാണ്.
ഈ കോച്ചിങ് സെൻറ്ററുകളിലേക്ക് പോകാതെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഈ വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതാരാ ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കിയത് വിദ്യാഭ്യാസത്തെ കച്ചവടത്തിന് വെച്ചിട്ടുള്ള, പൊതുവിദ്യാഭ്യാസം തകർത്തിട്ടുള്ള, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ദുർബലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണകൂടമാണ്. അതിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വാണിജ്യവൽക്കരണത്തിന് 1, 2 തൊഴിലിൻ്റെ തകർച്ച എന്ന് പറയുന്നത്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലില്ല, ഗവേഷണം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു, യൂണിവേഴ്സിറ്റികളിൽ സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കുന്നു, റിസർവേഷൻ പാലിക്കാതിരിക്കുന്നു. ഇങ്ങനെയുള്ള അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലേക്ക്, അപകടകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക്, ഇരുളടഞ്ഞ ഭാവിയിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിട്ടതിൻ്റെ കൂടി ഉൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പൊതുപരീക്ഷകൾ. നീറ്റിൻ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എത്രയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ, ജീവിതത്തെ തകർത്തത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ ഒറ്റ പ്രവേശന പരീക്ഷയാക്കി മാറ്റിയിട്ട് അതും യൂണിവേഴ്സിറ്റികളുടെ വ്യതിരിക്ത സ്വഭാവത്തെ അട്ടിമറിച്ച് ഒരു പ്രവേശന പരീക്ഷയിലൂടെ ഒരു രാജ്യം ഒരു പരീക്ഷ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നയം പോലും ഇന്ത്യയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിനും ഈ കോച്ചിങ് ഇൻഡസ്ട്രികളുടെ തഴച്ചു വളരാനും കാരണമായിട്ട് മാറുകയാണ്. ഇന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ കോച്ചിങ് സെൻറ്ററുകളിലാണ് പഠിക്കുന്നത് എന്നുള്ള ദുരന്തം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിച്ചതിൻ്റെ ദുരന്തമാണ് ഇതിലുള്ളത്. അത് ഇന്ത്യൻ ഭരണകൂടത്തിന് അതിൽ നിന്നും പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, കൈകഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കൂടി ഏറ്റവും രൂക്ഷമായ അപകടങ്ങളിലൊന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.